സുപ്രഭാതം കുട്ടികളെ. നമ്മൾ ഇന്ന് പേപ്പർ 2, അതായത് ഫിസിക്സിലെ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ്റെ 2025 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മുടെ ഉദ്ദേശം ഈ പുതിയ എക്സാമിനേഷൻ പാറ്റേണിൽ, ഓൺലൈൻ പാറ്റേണിൽ റീസെൻറ്റ് ട്രെൻഡ് ഓഫ് എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. 2025 നമുക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് ട്രെൻഡ് കിട്ടും ക്വസ്റ്റ്യൻസിൻ്റെ. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകതയുണ്ട്. ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. ഒരു ബേസിക് ചാപ്റ്ററാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ ചാപ്റ്ററിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കുറവാണെങ്കിലും നമുക്കത് മെക്കാനിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്കിതിൻ്റെ ആവശ്യം വരും. നമുക്കൊരു തെറോ നോളേജ് കിട്ടണം ഈ ചാപ്റ്ററിൻ്റെ. ഓക്കെ, കുറച്ച് കാര്യം കൂടി നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ വാട്ട് വി ഹാവ് പ്രിപ്പയർഡ് ഫോർ യു, നിങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നിങ്ങൾ 2 വർഷങ്ങളായിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങൾ യു ആർ ഗിവിങ് മോർ കോൺസെൻട്രേഷൻ ടു ദ സ്റ്റേറ്റ് ബോർഡ് ഓർ CBSE ബോർഡ് എക്സാമിനേഷൻസ്. നിങ്ങൾക്ക് ഒട്ടുമുക്കാലും കുട്ടികൾ ഇതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും ഇപ്പം നിങ്ങൾ കുറച്ച് 1-2 മാസമായിട്ട് നിങ്ങൾ യു ആർ ടെറിബിളി ബിസി വിത്ത് സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ ബോർഡ് എക്സാംസ് ആയിട്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്ന് എൻട്രൻസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും ഫ്രഷപ്പ് ചെയ്യാനും ഞങ്ങൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിനെ പറയുന്ന ക്രാഷ് പ്രോഗ്രാമാണ്, ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാം. അതായത് നിങ്ങളുടെ കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ് വരേക്ക്, ഓൾമോസ്റ്റ് അതിൻ്റെ തലേ ദിവസം വരേക്ക് നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഫ്രഷപ്പും ബ്രഷപ്പും ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ പോർഷൻസിലെ നിങ്ങൾ പലതും മറന്നുപോയി കാണും. പലതും നിങ്ങൾ ഫസ്റ്റ് ഇയർ, പൊതുവെ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസാണ്. നമുക്ക് ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ഫാക്കൽറ്റിയാണ് ഞങ്ങളുടെ ഇപ്പോഴും വി ആർ മെയിൻറ്റെയിനിങ്. പലരും 10, 20, 25 കൂടുതൽ എൻട്രൻസ് ഫീൽഡുമായിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള സാറുമാരാണ് ഒട്ടുമുക്കാൽ ആൾക്കാർ. പിന്നെ ചാപ്റ്റർ വൈസ് ചെറിയൊരു തിയറി ബ്രീഫിംഗ് അപ്പ് ഉണ്ടായിരിക്കും. അതുമാതിരി അതിൻ്റെ ചെറിയ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ ദിവസവും ഈ ഓരോ ചാപ്റ്റർ വൈസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ മോക്ക് ടെസ്റ്റിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം കുറച്ചുള്ള അറിയാം. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് റിവൈസിങ് ആണ്, ഒന്ന് ബ്രഷിങ് അപ്പ് ആണ് വേണ്ടത്. അതിനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത്. അതും ചാപ്റ്റർ വൈസ് ആണ്. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഒരു ചെറിയ ഡിസ്കഷൻ നടത്തും, ഒരു തിയറി ഡിസ്കഷൻ നടത്തും, എവറി ഡേ ഒരു മോക്ക് ടെസ്റ്റ് നടത്തും, അതിൻ്റെ ഡിസ്കഷൻ നടത്തും. പിന്നെ ചെറിയൊരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ ഉണ്ടായിരിക്കും. അത് CBSEയും ISC സ്റ്റുഡൻസിനും തുടങ്ങുന്നത് മാർച്ച് 13 സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസിന് തുടങ്ങുന്നത് മാർച്ച് 18 ഓക്കെ, നിങ്ങൾക്കതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കും. ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. അടുത്തൊരു കാര്യം, നിങ്ങളുടെ
യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 ട്യൂഷൻസിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് ഞങ്ങളവിടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും സുവോളജിയിലും ബോട്ടണിയിലും മാത്സിലും എല്ലാത്തിലും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മോസ്റ്റ്ലി +1 +2 സ്റ്റുഡൻസിനാണ്. +1-നുണ്ട് +2-നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയറിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒന്നുകൂടി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയറിലുണ്ട്, സെക്കൻഡ് ഇയറിലുണ്ട്, ചാപ്റ്റർ വൈസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു ഫെസിലിറ്റി കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. യു ക്യാൻ അവൈൽ ഇറ്റ്. ഓക്കെ, നൗ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷേ ബേസിക് ചാപ്റ്ററാണ്, നമുക്ക് എല്ലാ ചാപ്റ്ററിലും ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. കമോൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു ബോഡി ത്രോൺ അപ്പ് വെർട്ടിക്കലി ഫ്രം ഗ്രൗണ്ട്, ടൈം ഓഫ് അസെൻഡ് T1 ആണ്, ടൈം ഓഫ് ഡിസെൻഡ് T2 ആണ്. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തില്ല. നമ്മുടെ ഒട്ടുമുക്കാലും പ്രോബ്ലംസിലെ നമുക്ക് എയർ റെസിസ്റ്റൻസ് പറയേണ്ട കാര്യമില്ല. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട, പറഞ്ഞില്ലെങ്കിലും ചെയ്യേണ്ട കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ എയർ റെസിസ്റ്റൻസ് കൊണ്ടുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടൈം ഓഫ് അസെൻഡ് ഇസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് ആണ്. അതുകൊണ്ട് T1 ഇസ് ഈക്വൽ ടു T2. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്ര സമയം കൊണ്ടാണോ ടോപ്പിലെത്തിയത് അത്രയും സമയം കൊണ്ട് തിരിച്ചു വരും. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കിവിടെ അറിയാനുണ്ട്. ഇവിടെ ഒന്ന്, നമ്മൾ യു സ്പീഡിലാണ് മുകളിലേക്ക് അറിയുന്നതെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് യു വിൽ ബി G ഇൻറ്റു T1. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? V ഇസ് ഈക്വൽ ടു U മൈനസ് GT. കാരണം വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഹയസ്റ്റ് പോയിന്റിലെ V0 ആണ്. നമുക്ക് എന്ത് കിട്ടും? U ഈസ് ഈക്വൽ ടു GT എന്ന് കിട്ടും. അല്ലെങ്കിൽ അസെൻഡിലെ ടൈം T1 ആയതുകൊണ്ട് U ഈസ് ഈക്വൽ ടു GT1 എന്ന് കിട്ടും. അല്ലെങ്കിൽ T1 അറിയാമെങ്കിൽ U കിട്ടും, U1 അറിയാമെങ്കിൽ നമുക്ക് T1 കിട്ടും. ഇനി തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തന്നെ T2 T1 T2 ഈക്വൽ ആണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ തിരിച്ചു വരുമ്പോഴും അതിൻ്റെ സ്പീഡ് ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട് അതും നമുക്ക് T2 ആയിരിക്കും. അല്ലെങ്കിൽ T1 T2 ഈക്വൽ ആയതുകൊണ്ട് ഇത് T1 തന്നെ, അല്ലെങ്കിൽ U തന്നെ. അപ്പോൾ എത്ര സ്പീഡിൽ മുകളിലേക്ക് എറിഞ്ഞോ അതേ സ്പീഡിൽ തിരിച്ചു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, മുകളിലേക്ക് എറിയുന്ന വെലോസിറ്റി അപ്വേർഡ് ആണ്, താഴേക്ക് വരുന്ന വെലോസിറ്റി ഡൗൺവേർഡ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ ഇതും നമുക്കൊരാവശ്യമാണ്. എന്താണ്? U അറിയാമെങ്കിൽ നമുക്ക് ടൈം കിട്ടും U/G. T അറിയാമെങ്കിൽ നമുക്ക് വെലോസിറ്റി പ്രൊജക്ഷൻ കിട്ടും. അതുപോലെ തിരിച്ചു വരുമ്പോഴും എത്ര സമയം കൊണ്ടാണ് മുകളിലേക്ക് പോയത് അത്രയും സമയം കൊണ്ട് തിരിച്ചു വരും. We will be able to calculate the speed at the bottom. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്, എത്ര ഡിസ്റ്റൻസ് എടുക്കും മുകളിലെത്താനായിട്ട്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ½ GT² ആയിരിക്കും. താഴേക്ക് വരുമ്പോഴും അത്ര തന്നെ, സെയിം ടൈം, ½ GT², സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയോ അതേ ഡിസ്റ്റൻസ് താഴേക്ക് വരണമല്ലോ. അപ്പോൾ അത് ½ GT² ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കുകയാണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ചോദിച്ചാൽ നമ്മളെല്ലാവർക്കും അറിയാം 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. തിരിച്ച് അതേ പൊസിഷനിൽ തിരിച്ചു വന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണ്? രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? GT² വരും.
അപ്പോൾ ടി ആണ് ടൈം ഓഫ് അസെൻഡോ അല്ലെങ്കിൽ ടൈം ഓഫ് ഡിസെൻഡ് എങ്കിൽ ദ ഹൈറ്റ് ഇറ്റ് ഗോസ് ഈസ് ഹാഫ് ജി ടി സ്ക്വയർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? അതൊരിക്കലും 0 ആവില്ല, അത് ജി ടി സ്ക്വയർ ആണ്. ഇനി ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ യു സ്പീഡിൽ മുകളിലേക്ക് എറിയുന്നു. ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. വെലോസിറ്റീസ് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി ഓഫ് ascent, average velocity of ascent will be u plus 0/2, initial plus final by 2. കാരണം വെലോസിറ്റി സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഡിസെൻഡ് ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ബെറ്റർ ടു സേ സ്പീഡ്, ആവറേജ് സ്പീഡ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ഡ്യൂറിങ് ഡിസെൻഡ് എത്രയാ? അതും 0 എന്ന് പുറപ്പെട്ടു. ഗ്രൗണ്ടിലെത്തുന്ന ഇതേ വെലോസിറ്റി സ്പീഡ് യുലാണ്. ആവറേജ് വിൽ ബി 0 plus u/2, അതും u/2 തന്നെ. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് ഓഫ് അസെൻഡ് ഇസ് u/2, ആവറേജ് സ്പീഡ് ഓഫ് ഡിസെൻഡ് ഇസ് u/2. നമുക്കിങ്ങനെ കണക്കാക്കാം. അപ്വേർഡ് മോഷനെ as if it goes with the speed u/2, downward motion as if it moves with a speed u/2. Therefore, average velocity, average speed, sorry, not velocity, average speed for the whole motion, average speed for whole motion, upward and downward together, എത്ര വരുന്നത്? അതും u/2 തന്നെ. പക്ഷേ ഞാൻ ആവറേജ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ട്. എന്താ കാരണം? അത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി 0. അപ്പം ഇത്രയും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോബ്ലംസിന് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ടൈം ഓഫ് അസെൻഡ്, ടൈം ഓഫ് ഡിസെൻഡ്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യു ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി -u ആണ്. അതേ സ്പീഡാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. തിരിച്ചു വരുന്നതും ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഫോർ അപ്പ് ആൻഡ് ഡൗൺ വിൽ ബി ജി ടി സ്ക്വയർ ആണ്. പക്ഷെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0 ആണ്. അതുപോലെ ആവറേജ് സ്പീഡ് ഓഫ് അസെൻഡ് u/2 ആണ്. ആവറേജ് സ്പീഡ് ഓഫ് ഡിസെൻഡും u/2 ആണ്. മാത്രമല്ല ദി ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ മോഷൻ ഈസ് അതും u/2 തന്നെ. കാരണം നമുക്ക് ത്രൂ ഔട്ട് u/2 സ്പീഡിൽ ബോഡി മൂവ് ചെയ്യുന്നതായിട്ട് കണക്കാക്കാം. പക്ഷെ ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം എന്താണ്? 0 എന്നാണ്. കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ബോഡി പ്രൊജക്റ്റഡ് അപ്പ് അല്ലെങ്കിൽ ബോഡി ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നോക്കാം. ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ടേക്സ് 3 seconds and 5 seconds to cross 28th floor and 4th floor respectively, then height difference between the floor. നമുക്ക് ആ ഒരു ഫ്ലോറിനെ നമുക്ക് ഒരു പോയിന്റ് പോലെ കൺസിഡർ ചെയ്യണം. നമുക്ക് ഒരു ഫ്ലോറിനെ നമുക്ക് ഒരു പോയിന്റ് പോലെ കൺസിഡർ ചെയ്യണം. ആ ഫ്ലോറിന് ചെറിയൊരു ഹൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ 28th പോയിന്റ് അങ്ങനെ കണക്കാക്കണം. അല്ലാതെ ഫ്ലോറിൻ്റെ ഡിസ്റ്റൻസ് കണക്കാക്കാൻ പാടില്ല. ഫ്ലോറിനെ നമ്മൾ ഒരു പോയിന്റ് പോലെ കണക്കാക്കണം. യെസ്, ഇവിടുന്ന് ഡ്രോപ്പ് ഫ്രം ദ ഹൈറ്റ് h1 ഡിസ്റ്റൻസ് താഴേക്ക് വന്നപ്പോൾ 28th ഫ്ലോറിലെത്തി. ഇനി വീണ്ടും താഴേക്ക് പോവാണ്. h2 ഡിസ്റ്റൻസ് താഴേക്ക് വന്നപ്പോൾ 5th ഫ്ലോറിലെത്തി. നമുക്ക് വേണ്ടത് ഈ രണ്ട് ഫ്ലോറ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സം സിമ്പിൾ ജോമെട്രി ടെൽസ് യു ഡിഫറൻസ് h2 - h1 ആണ്. ഇത്രയേ ഉള്ളൂ. ബോഡി ഡ്രോപ്ഡ് ആണ്.
ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. 28th ഫ്ലോറിൽ നമ്മൾ ഒരു പോയിന്റ് പോലെ കണക്കാക്കി. അത് H1 ഡെപ്തിലാണ്. 5th ഫ്ലോർ H2 ഡെപ്തിലാണ്. ഈ രണ്ട് ഫ്ലോർ തമ്മിലുള്ള സെപ്പറേഷൻ ഡയഗ്രാം വരച്ച മാതിരി അത് H2 മൈനസ് H1 ആണ്. യെസ്, നമുക്ക് H1 കാണാൻ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ. ബോഡി ഡ്രോപ്പ് എന്താണ് അതിന്റെ ഫോർമുല? ഹാഫ് GT². അതായത് ഹാഫ് ഇൻറ്റു ജിക്ക് നമ്മൾ 10 എടുത്തോളം പറഞ്ഞിട്ടില്ലെങ്കിൽ 10 എടുത്തോളൂ, കുഴപ്പമില്ല. ഇൻറ്റു T². 3 സെക്കൻഡ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 9, ദാറ്റ് മീൻസ് 45 മീറ്റർ. ഇനി H2 എത്ര സെക്കൻഡ് എടുത്തിരിക്കുന്നു? 5 സെക്കൻഡ്. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 25, ദാറ്റ് കംസ് ടു ബി 125 മീറ്റർ. ഇനി separation between the floor will be 125 minus 45, that will be 80 meter. ഈ കൂട്ടത്തിൽ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഡ്രോപ്ഡ് ബോഡീനെ കുറിച്ചിട്ട്. നമുക്ക് ഡ്രോപ്ഡ് ബോഡി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നമുക്കൊരു 5-6 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം ഒന്ന് ഓർത്തിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. യൂസിങ് ദ ഫോർമുല ഹാഫ് GT². നമ്മളിവിടെ 3 സെക്കൻഡ്സിൽ കണ്ടു 45 മീറ്റർ. 1 സെക്കൻഡിൽ അത് 5 ആണ്. ഡ്രോപ്പ് ചെയ്തിട്ട് 1 സെക്കൻഡ് കഴിയുമ്പോൾ 5 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് താഴേക്ക്. 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് 20 മീറ്റർ ആണ്. 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് 45 മീറ്റർ ആണ്. 4 സെക്കൻഡ് കഴിയുമ്പോൾ അത് 80 മീറ്റർ ആണ്. 5 സെക്കൻഡ് കഴിയുമ്പോൾ 125 മീറ്റർ ആണ്. 6 സെക്കൻഡ് കഴിയുമ്പോൾ 180 മീറ്റർ ആണ്. എല്ലാം നിങ്ങൾക്ക് യൂസിങ് ദ ഫോർമുല ഹാഫ് GT². നമ്മൾ 1-2 തവണ എഴുതി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നാൽ വളരെ എളുപ്പമുണ്ടായിരുന്നു. ആഫ്റ്റർ ഡ്രോപ്പിംഗ് ഇൻ 1 സെക്കൻഡ് 5 മീറ്റർ, 2 സെക്കൻഡ് 20 മീറ്റർ, 3 സെക്കൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഞാൻ പറയുന്നത് 45 meter, 80 meter, 125 meter and 180 meter. Okay, come on. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? സെപ്പറേഷൻ 80 മീറ്റർ. 1 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, 0 അല്ല, 1 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ആക്സലറേഷൻ യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസസ് ട്രാവൽ വിത്ത് ദ പാർട്ടിക്കിൾ ഇൻ ഫസ്റ്റ് 2 intervals ഓഫ് 5 seconds and next 5 seconds. നെക്സ്റ്റ് 5 സെക്കൻഡ്. ആദ്യത്തെ 5 സെക്കൻഡിലും പിന്നത്തെ 5 സെക്കൻഡിലും എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്. നമുക്ക് ആദ്യത്തെ 5 സെക്കൻഡിലെ ഡിസ്റ്റൻസിന് ഞാൻ S1 എന്ന് പറയാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. ഉപയോഗിക്കുന്ന ഫോർമുല UT പ്ലസ് ഹാഫ് AT² ആണ്. U എന്ന് പറയുന്നത് 1 ആണ്. ടൈം 5 ആണ്. ഹാഫ് ആക്സിലറേഷൻ 2 ആണ്. ടൈം സ്ക്വയർ 25 ആണ്. S1 കംസ് ടു ബി 30 മീറ്റർ. ഇനി നിങ്ങൾ എല്ലാവർക്കും ഒരു പക്ഷേ ഓർമ്മയുണ്ടാവണം ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. Galilean law of odd numbers. Body starting from rest, അത് മറക്കരുത്. Body starting from rest and uniformly accelerated, distances traveled in consecutive intervals of time will be 1:3:5. അങ്ങനൊരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്, ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അടുത്ത 5 സെക്കൻഡ് കാണാനായിട്ട്. ആദ്യത്തെ 5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അതിൻ്റെ 3 times ആണ് സെക്കൻഡ് 5. ആ ഡ്യൂറേഷൻ എന്തായാലും കുഴപ്പമില്ല. ആദ്യത്തെ T സെക്കൻഡ്, അടുത്ത T സെക്കൻഡ്, അടുത്ത T സെക്കൻഡ്, ആ T എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ അങ്ങനെ ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കണം. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ല, ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗലീലിയൻ ലോ വെച്ചുകൊണ്ട് ആൻസർ എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇനി അടുത്ത
അടുത്ത 2 സെക്കൻഡിലാണ്. അതായത് നമ്മളതിനെ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്നല്ല, പക്ഷേ നമുക്കതിൽ എളുപ്പം മൊത്തം 10 സെക്കൻഡിൽ ടോട്ടൽ ഡിസ്റ്റൻസ് S2 ടോട്ടൽ ഇൻ 5 + 5 10 സെക്കൻഡ്. എത്രയാണത്? വീണ്ടും UT, അതായത് 1 × 10 + ½ × 2 × 100. That comes to be 110 meter. നമ്മുടെ റിക്വയർമെന്റ് മൊത്തം 10 സെക്കൻഡിൽ കാണാനല്ല, ഇൻ സെക്കൻഡ് 5 സെക്കൻഡ്. അതാണ് വേണ്ടത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ്, രണ്ടാമത്തെ 5 സെക്കൻഡ്സ്. രണ്ടാമത്തെ 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടോട്ടൽ 10 സെക്കൻഡ്സിലേന്ന് ആദ്യത്തെ 5 സെക്കൻഡ്സിൽ കുറയ്ക്കണം. അതായത് S2 ടോട്ടലിന്ന് S1 കുറയ്ക്കണം. S2 ടോട്ടൽ 110 മറ്റത് 30. അപ്പോൾ നിങ്ങൾക്ക് 80 മീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ 5 സെക്കൻഡിലും രണ്ടാമത്തെ 5 സെക്കൻഡിലും. ആദ്യത്തെ 5 സെക്കൻഡിലെ 30 മീറ്റർ ആണ്, രണ്ടാമത്തെ 5 സെക്കൻഡിലെ 80 മീറ്റർ ആണ്. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് കൂടി ഓർമ്മപ്പെടുത്തി. പക്ഷെ ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കണം, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A car starting from moves in such a that its acceleration varies with time. A is equal to acceleration constant അല്ല, varying ആണ്. SI യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. Then its velocity and displacement after 4 seconds. നിങ്ങളുടെ എൻട്രൻസ് സിലബസിൽ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. Questions based upon simple integration and differentiation. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യം വേണ്ടത് വെലോസിറ്റിയാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്, എല്ലാവർക്കും അറിയാം. അത് 60 ആണ്. Therefore dv will be 60 dt ആണ്. Therefore velocity will be integral 60 dt. എത്ര സെക്കൻഡിലാണ്? ലിമിറ്റ് 0 to 4 seconds. 6 പുറത്തുനിന്നു. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് t²/2 ആണ്. ലിമിറ്റ് 0 to 4. This is coming to be 3 × 16. That is coming to be 48 meter per second. ആദ്യത്തെ കേസ് വെലോസിറ്റി 48 meter per second ആണ്. ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഇതേ പ്രോസസ്സ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds/dt or directly s is equal to integral v dt. നമുക്ക് വിയുടെ എക്സ്പ്രഷൻ എന്താ? എക്സ്പ്രഷൻ ഓഫ് വി നമുക്ക് കിട്ടിയിരിക്കുന്നത് 60 ആണ്. നമുക്ക് വി കിട്ടിയിരിക്കുന്നത് we got c is equal to 60. No, this is how much coming? 3t² ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? വെലോസിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് ലിമിറ്റ്സ് കൊടുക്കാതെ 3t² ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 4 സെക്കൻഡ് 3t² dt. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് 3 പുറത്തു വന്നു. ലിമിറ്റ്സ് എന്ത് വരും? t³ ഡിവൈഡഡ് ബൈ 3. ലിമിറ്റ് 0 to 4. 3 get cancel. നമുക്ക് t⁴. Yes, 0 to 4. And that comes to be 4³. That is 64 meter. Displacement 64 meter. Velocity 48 meter per second. Isn't it? Okay. നമുക്കിവിടെ ഒരു ചെറിയ എളുപ്പെടുക്കാം. വെലോസിറ്റിയിൽ നമുക്കറിയാം ആക്സലറേഷൻ ലീനിയർ ആയിട്ടാണ് വാരി ചെയ്യുന്നത്. എങ്ങനെ മനസ്സിലായി? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 6t. ടിയുടെ ലീനിയർ ആയിട്ടാണ് വാരി. അങ്ങനെ ലീനിയർ ആയിട്ടാണ് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് എങ്ങനെ ഒരു എളുപ്പമുണ്ട്? വെലോസിറ്റി ആവറേജ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ. ഇനീഷ്യൽ ആക്സിലറേഷനാണ് ലീനിയർ ആയിട്ട് വാരി ചെയ്യുന്നത്, വെലോസിറ്റി അല്ല, ആക്സിലറേഷൻ ലീനിയർ ആയിട്ട് വാരി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവറേജ് ആക്സിലറേഷൻ നമുക്ക് ഇങ്ങനെ കാണാം. എന്താണ്? ഇനീഷ്യൽ ആക്സിലറേഷൻ പ്ലസ് ഫൈനൽ ആക്സിലറേഷൻ ഡിവൈഡ്. പക്ഷേ ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി വെൻ യു ആർ ഫൈൻഡിങ് ദി ആക്സിലറേഷൻ വാരിയിങ് ലീനിയർ. ഇവിടെ ലീനിയർ കണ്ടാണ് വാരി ചെയ്യുന്നത്. ഇനീഷ്യൽ ആക്സിലറേഷൻ എത്ര? t0 കൊടുക്കുമ്പോൾ 0. ഇനി നമ്മുടെ ടൈം 4 ആണ്. ടിക്ക് 4 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? 24 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് ഈ കേസിനെ ഒരു യൂണിഫോം ആക്സിലറേഷൻ പോലെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ velocity after 4 seconds will be acceleration into time 12 into 4 plus, sorry, this coming to be 48 meter per second. നമുക്ക് കിട്ടിയ വാല്യൂ തന്നെയാണ്. പക്ഷേ ഈ ഫെസിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ സെക്കൻഡ് വെലോസിറ്റിക്ക് പറ്റില്ല. വി കനോട്ട് ടേക്ക്, കാരണം വെലോസിറ്റി വാരി ചെയ്യുന്നത് ലീനിയർ ആയിട്ടല്ല, വെലോസിറ്റി വാരി ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ടാണ്. വെലോസിറ്റിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിലേക്ക് മെത്തേഡ് പറ്റില്ല. വെലോസിറ്റി യൂണിഫോം ആയിരുന്നെങ്കിൽ ലീനിയർലി വാരിയിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. അതുപോലെ ആക്സിലറേഷൻ ലീനിയർലി വാരിയിങ് ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി ആവറേജ് ആക്സിലറേഷൻ ഇൻടു ടൈം. പക്ഷേ നമുക്ക് വെലോസിറ്റിയുടെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, എനിവേ നമ്മുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? വെലോസിറ്റി ആഫ്റ്റർ 4 സെക്കൻഡ് ഈസ് 48ഉം ഡിസ്പ്ലേസ്മെന്റ് 64ഉം ആൻസർ 1 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. ദ ഗ്രാഫ് ഷോൺ ബിലോ ബിറ്റ്വീൻ ടൈം ടി ആൻഡ് വെലോസിറ്റി, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്. നമുക്കറിയാം വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി ലീനിയർലി ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇത്രയും നമുക്ക് ഗ്രാഫ് ജഡ്ജിങ് മനസ്സിലാക്കാൻ പറ്റും. ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ ഒരു y ഇന്റർസെപ്റ്റ് ഉണ്ട്, ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ്, ആൻഡ് വെലോസിറ്റി കുറയാണ്, വെലോസിറ്റി സ്റ്റഡിലി ഡിക്രീസിങ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കോൺസ്റ്റന്റ് ആണ്, ആൻഡ് ഗ്രാഫ് ടച്ചിങ് ദി ടൈം ആക്സിസ് മീൻസ് ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. t is equal to 0, acceleration is positive. യെസ്, നമുക്ക് t is equal to 0 ശരിക്ക് നമ്മുടെ കേസ് ആരംഭിക്കുന്നത് ജസ്റ്റ് ആഫ്റ്റർ എന്താണ്? t is equal to 0 ആണ്. ഇനീഷ്യൽ മൊമെന്റിൽ നമുക്ക് വി കനോട്ട് മേക്ക് എനി ജഡ്ജ്മെന്റ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ആക്സിലറേഷൻ വരുന്നത് ജസ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഇനീഷ്യൽ മൊമെന്റ് ആണ്, isn't it? നോട്ട് അറ്റ് ദി ഇനീഷ്യൽ മൊമെന്റ്. അതുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ മൊമെന്റിൽ ആക്സിലറേഷൻ കുറിച്ചൊരു ജഡ്ജ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നമ്മൾ പറയുന്നില്ല. ഇനി അറ്റ് t is equal to 0 ബോഡി ഹാസ് മാക്സിമം വെലോസിറ്റി, അത് കറക്റ്റാണ്. ഇനീഷ്യൽ മൊമെന്റിൽ വെലോസിറ്റി മാക്സിമം നമുക്കതറിയാം, ദാറ്റ് ഈസ് കറക്റ്റ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0, ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് 0 അല്ല. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഹൗ ഡു യു ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് യു ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ ഒരിക്കലും 0 അല്ല, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 അല്ല. അപ്പം നമുക്ക് കുറെ കൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇനീഷ്യൽ മൊമെന്റിലെ വെലോസിറ്റി മാക്സിമം എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് and moves with uniform acceleration, then its instantaneous displacement. നമ്മുടെ സെക്കൻഡ് ലോ ആണ് S is equal to ut plus half at squared. വളരെ ഫെമിലിയർ ഫോർമുലയാണ്, എല്ലാവർക്കും അറിയാം. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് S is equal to half a into t square. നമുക്കറിയാം ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലിക്കബിൾ ആവുന്നത് ഓൺലി വെൻ ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള 3 or 4 ഇക്വേഷൻസ് ഓഫ് മോഷൻ
will be applicable, will be true only when acceleration is constant. അതുകൊണ്ട് ഞാൻ ഈ ബ്രാക്കറ്റ് എടുക്കുന്ന ടേം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദറ്റ് ഇൻസ്റ്റന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ടൈം. നമ്മുടെ കറക്റ്റ് ആൻസർ ഇതാണ്, 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. Come on. When a body with its initial velocity non-zero moves with a constant retardation, velocity time graph. ഒന്നുകൂടി നോക്കാം. എന്താണ് ബോഡി വിത്ത് ഇൻ ഇനീഷ്യൽ വെലോസിറ്റി, നോൺ സീറോ, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഞാൻ നിങ്ങളെ മുമ്പിലത്തെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കുക, ഇതും ആ കേസ് തന്നെയല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, റിട്ടാർഡേഷൻ ഉണ്ട്, വെലോസിറ്റി ഡിക്രീസ് ആണ്, ആൻഡ് ഫൈനലി വെലോസിറ്റി ബിക്കം സീറോ. ഈ ഗ്രാഫ് എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് വിത്ത് ഒരു പോസിറ്റീവ് വൈ ഇന്റർസെപ്റ്റും നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കേസ്. ബോഡിക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, യൂണിഫോംലി റിട്ടാർഡ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി വെലോസിറ്റി ബിക്കം സീറോ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ബോഡിക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, പാരലൽ ടു ദ ടൈം ആക്സിസ് അല്ല, ഒരു ഒബ്ലിക് സ്ട്രേറ്റ് ലൈൻ ആണ്. മാത്രമല്ല അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല, ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് അല്ല, അതിൻ്റെ അർത്ഥം വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. ഇതും തെറ്റേ. ഏതാ കറക്റ്റ് ആയിട്ടുള്ള? ഒബ്ലിക് സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് യൂണിഫോംലി റിട്ടാർഡ് ചെയ്യുന്നതുകൊണ്ട് ഗ്രാഫ് ഒരിക്കലും കർവ് ആവില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ഡി ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസമായിരിക്കണമെന്നില്ല, വേറെ ദിവസങ്ങളിലായിരിക്കാം. അപ്പോൾ ഒരേ ഐഡിയ. അപ്പോൾ ഗ്രാഫിൻ്റെ ഐഡിയ അവർ 2 തരത്തിൽ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്സ് ഒക്കെ നിങ്ങൾ വളരെ തറവായിട്ട് പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ പോയിന്റും, ഈച്ച് പോയിന്റ് tells you what. Okay, now ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് അവസാനിക്കുന്നു. These are the questions asked for 2025 during the days of examination. Okay, bye.